Hello everyone, welcome back to Surya's Travel and Cooking World. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ കേരള സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് ഇഞ്ചിക്കറി. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിക്കായിട്ട് ഞാൻ 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി, പിന്നെ ഒരു 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ പൊടികൾ ഇവിടെ കായപ്പൊടിയുണ്ട്, ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം, വെളിച്ചെണ്ണ. ഇത്രയും വെച്ചാണ് നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വറുത്തെടുക്കാനായിട്ട് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി പൊടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ജാറിലേക്ക് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്ത എണ്ണയിലേക്ക് തന്നെ കടുക് താളിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേനും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്ത അതേ എണ്ണ തന്നെയാണിത്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ച വാളംപുളി വെള്ളത്തിലിട്ട് കൊടുക്കണം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെയൊക്കെ ആ നിറം ഒന്ന് നല്ലൊരു ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റിയെടുക്കണം. തീ കുറച്ച് വെച്ച് വേണം നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ശർക്കരയും കൂടെ ചെറുതായിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇഞ്ചിയുടെ ആ ക്ഷാരം കുറയാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വാളംപുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതിനകത്തേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സദ്യക്കൊന്നും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു റെസിപ്പി ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.